രാഹുൽ സുരേഷുണ്ട്. രാഹുൽ, ഈ സജി ഒരു കൊടും ക്രിമിനലാണ്. സ്വന്തം മാതാവിനെയും സ്വന്തം സഹോദരനെയും കൊന്നു കുഴിച്ചു മൂടിയ കേസിലെ പ്രതിയാണ്. അപ്പോൾ ഇയാൾ തന്നെ മാത്യുവിനെയും സ്വന്തം പിതാവിനെയും കൊന്നിട്ടുണ്ടെന്ന് ഈ സഹോദരി വിശ്വസിക്കുന്നുണ്ട്, പോലീസ് അത് വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് കൃത്യമായ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു വീട്ടുവളപ്പിലേക്ക് എത്തുകയും കുഴിച്ച് പരിശോധിക്കുകയും ചെയ്ത് അവിടെ നിന്ന് ഒരു ഷർട്ടിന്റെയും പാന്റിന്റെയും അതോടൊപ്പം ഒരു അസ്ഥികഷ്ണവും കിട്ടിയിട്ടുണ്ട്. ഇത് മാത്യുവിൻ്റെതാണെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാമോ? അതിനുള്ള മറ്റ് ഫോറൻസിക് പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ എങ്ങനെയായിരിക്കും? ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടിയാണ് വീടിന് സമീപം പരിശോധന ആരംഭിച്ചത്. JCBയുടെ സഹായത്തോടെ മണ്ണുമാന്തി നടത്തിയ പരിശോധനയിലാണ് ഒരു അസ്ഥിയുടെ കഷ്ണവും അതുകൂടാതെ പുരുഷന്മാർ ഉപയോഗിക്കുന്ന ഒരു ഷർട്ടും പാന്റും ലഭിച്ചിരിക്കുന്നത്. നേരത്തെ രണ്ടുപേരെ കുഴിച്ചു മൂടി, അതായത് മാതാവിനെയും സഹോദരനെയും കുഴിച്ചു മൂടിയതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇന്നിപ്പോൾ മണ്ണ് മാറ്റിയുള്ള പരിശോധന ആരംഭിച്ചത്. അതിലാണ് സംശയാസ്പദമായ രീതിയിലുള്ള ഒരു മനുഷ്യന്റെ അസ്ഥി എന്ന് സംശയിക്കപ്പെടുന്ന ഒരു അസ്ഥിയും ഒരു ഷർട്ടും പാന്റും കണ്ടെത്തുന്നത്. ഇതിപ്പോൾ ശാസ്ത്രീയ പരിശോധന, DNA പരിശോധന ഉൾപ്പെടെ നടത്തിയാൽ മാത്രമാണ് ഇത് മനുഷ്യന്റെ അസ്ഥിയാണോ എന്നതിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നാളെയും ഇതേ വീടിന് സമീപം തന്നെ മണ്ണ് മാറ്റിയുള്ള പരിശോധന നടക്കുകയും ചെയ്യും. നേരത്തെ ഇതേ സ്ഥലത്ത് ഒരു കുഴിച്ചിരുന്നതായി പ്രതിയായിട്ടുള്ള സജി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തന്റെ പിതാവായിട്ടുള്ള മാത്യുവിനെ കുഴിച്ചു മൂടിയെന്ന് ഇതുവരെയും സമ്മതിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുകയും ചെയ്യുന്നത്. സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇപ്പോൾ മണ്ണ് മാറ്റിയുള്ള പരിശോധന ആരംഭിക്കുകയും ചെയ്തത്. 2018 പ്രതിയായിട്ടുള്ള സജിയുടെ പിതാവ് മാത്യുവിനെ കാണാതാകുന്നത്. അന്നോട്ട് തന്നെ സംശയമുണ്ടായിരുന്നു. പക്ഷേ അന്ന് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും സാഹചര്യ തെളിവുകൾ ലഭിക്കാതെ വന്നതും ഈ പ്രതിയായിട്ടുള്ള സജി തന്നെ കേസ് അന്വേഷണത്തിന് സഹകരിക്കാതെ വന്നതും ഇത് മുന്നോട്ട് പോകുന്നൊരു പ്രതിസന്ധിയായി വന്നിരുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസം സജിയുടെ മാതാവിനെയും സഹോദരനെയും കുഴിച്ചു മൂടിയതിന് പിന്നാലെ സഹോദരി ഒരു സംശയം ഉന്നയിക്കുകയാണ്. തന്റെ പിതാവിനെ 2018 കാണാതായി. അപ്പോൾ സജി അദ്ദേഹത്തെയും കുഴിച്ചു മൂടിയിട്ടുണ്ടോ എന്നത് സംശയമുണ്ടാവുകൊണ്ട് പോലീസ് കേസ് പുനരന്വേഷിക്കണം എന്ന് പറയുന്നു. അങ്ങനെയാണ് കേസ് പുനരന്വേഷിക്കാൻ തുടങ്ങുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് 4 ദിവസത്തെ കസ്റ്റഡിയിൽ സജിയെ വാങ്ങുന്നത്. അതിന് പിന്നാലെ ഈ കേസ് അന്വേഷണം പുനരാരംഭിക്കുകയായിരുന്നു. നേരത്തെ മാതാവിനെയും സഹോദരനെയും കുഴിച്ചു മൂടിയ സംഭവത്തിൽ തെളിവെടുപ്പ് നടത്തുകയും അതിലെ തെളിവുകൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ബന്ധുക്കളായ 2 പേരെ പീഡിപ്പിച്ചിട്ടുമുണ്ട് എന്ന ചില സംശയങ്ങൾ പോലീസിനുണ്ട്. ആ കേസും ഈ പിതാവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിന് പിന്നാലെ പുനരന്വേഷിക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. നാളെയും മണ്ണ് നീക്കിയുള്ള പരിശോധന വീടിന് സമീപം നടക്കുകയും ചെയ്യും. ശരി, രാഹുലാണ് വിവരങ്ങൾ നൽകിയത്.